إن الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين أوصيكم إياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ദിവസങ്ങൾ ഓരോന്നും കഴിയും തോറും തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാകട്ടെ അല്ലാത്ത സമൂഹത്തിലാകട്ടെ വിശ്വാസികൾ അല്ലാഹു ഏൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. വലിയ തെറ്റുകൾ സമൂഹത്തിൽ പ്രകടമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഓരോ സമൂഹത്തിലേക്കും പ്രബോധകന്മാരായി നിയോഗിച്ചതായി പരിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കുന്നുണ്ട്. നാം ഇനി ആളുകളെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. ഉപദേശിക്കും തോറും ആളുകൾ കൂടുതൽ കേടുവരികയാണ്, വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് ഒരു നിലക്കും ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ തിന്മകൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഉപദേശിച്ചിട്ട് കാര്യമില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ അല്ലാഹു ആ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരായി പ്രബോധകന്മാരായി നിയോഗിക്കുമായിരുന്നില്ല. തിന്മകൾ വർദ്ധിക്കുന്ന സമൂഹത്തിൽ പ്രബോധനം നടത്തിയാൽ
ആ സമൂഹം തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ദഅവത്ത് നടത്താൻ, പ്രബോധനം നടത്താൻ തിന്മ വർദ്ധിച്ച സമൂഹത്തിലേക്ക് നിയോഗിച്ചത്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത്. ബല്ലിഗ മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിച്ചത് നീ ബല്ലിഗ എത്തിച്ചു കൊടുക്കുക. വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗത റിസാലത, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിച്ചത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ താങ്കൾക്ക് അള്ളാഹു നൽകിയ റിസാലത്തിൽ, ദൗത്യത്തിൽ താങ്കളുടെ ബാധ്യത താങ്കൾ നിർവഹിച്ചിട്ടില്ല, താങ്കളുടെ കടമ താങ്കൾ പൂർത്തീകരിച്ചിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, ആളുകളെ ഉപദേശിക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. ആ സമയത്ത് അള്ളാഹു താങ്കൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾ അള്ളാഹു നിർമാർഗത്തിലാക്കുകയില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു താങ്കൾക്ക് എത്തിച്ചു തന്ന ദിവ്യ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് ചെയ്തില്ല എങ്കിൽ താങ്കളുടെ ഉത്തരവാദിത്തം താങ്കൾ നിർവഹിച്ചിട്ടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്. മറ്റൊരായത്തിൽ കാണാം, വലാ യസുദ്ദന്നക അൻ ആയാത്തില്ലാഹി ബഅദ ഇദ് ഉൻസിലത് ഇലൈക, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിയ ആയത്തുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങളൊന്നും താങ്കളെ തെറ്റിക്കാതിരിക്കട്ടെ. വദഉ ഇലാ റബ്ബിക്, അള്ളാഹുവിലേക്ക് താങ്കൾ ക്ഷണിക്കണം, ആളുകളെ ക്ഷണിക്കണം. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും താങ്കൾ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകാൻ പാടില്ല. സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറയുന്നത്, ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു യഥാർത്ഥ മാർഗം. അദഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ദൃഢബോധ്യത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കടമയായി, ബാധ്യതയായി നിശ്ചയിച്ചതാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, സമൂഹം ഏറെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഇനി എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റുകളാണെന്ന് പഠിപ്പിക്കുകയും ആ തെറ്റുകൾ ചെയ്താൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച്, വ്യക്തിപരമായും കുടുംബപരമായും അയാൾക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, നാളെ മരണശേഷം അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. സമൂഹത്തിൽ ബഹുദൈവ വിശ്വാസങ്ങൾ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ, വ്യാപകമാകുന്ന സന്ദർഭത്തിൽ അത് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്തെത്തിപ്പെട്ടാൽ പ്രവാചകൻ ആദ്യം പറയുന്നത് എന്താണ്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവിൻ, തുഫ്ലിഹൂ, നിങ്ങൾ വിജയിച്ചേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് ഉത്ബോധനം ചെയ്യാൻ, ഉപദേശിക്കാൻ കുറേ ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. നാളെ പരലോകത്ത് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾക്ക് ദുനിയാവിൽ ചെയ്ത സൽപ്രവർത്തനങ്ങൾ ഉപകാരപ്പെടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റെന്ത് പുണ്യകർമ്മങ്ങളും ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, പരലോകത്ത് അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സഹാബി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉപ്പ ധാരാളമായി ദാനധർമ്മം ചെയ്ത വ്യക്തിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഉപ്പ മരണപ്പെട്ടു പോയി. താങ്കളെ പ്രവാചകനായിട്ട്
അള്ളാഹു തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഉപ്പയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷിച്ചു. ഉപ്പ ബഹുദൈവ വിശ്വാസിയായിരുന്നു, പക്ഷേ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു. പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. ഔദാര്യത്തിൻ്റെ വ്യക്തി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, വിശ്വാസം ശരിയാകാത്തത് കൊണ്ട് നിങ്ങളുടെ ഉപ്പ ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ടാണ് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഥമമായും ആദ്യമായും നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിൽ നിന്ന് വന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ ഒരാളെ നിയോഗിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേക്കാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലുള്ള ആളുകളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അവിടെ അഹ്ലുൽ കിതാബുകളാണ് കൂടുതൽ, അഥവാ വേദക്കാർ, ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ അടുക്കലേക്കാണ് താങ്കൾ പോകുന്നത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നിങ്ങൾ പോകുന്നത് വേദക്കാരുടെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മുൻകാല വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അടുക്കലേക്കാണ്. എന്താ അവരോട് ആദ്യം പറയേണ്ടത്? ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം നീ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരുപാട് തെറ്റുകൾ വേറെയും ഉണ്ടാകാം ആ സമൂഹത്തിൽ, അതൊക്കെ പറയണം. മദ്യപാനമുണ്ടാകാം, വ്യഭിചാരമുണ്ടാകാം, യുദ്ധങ്ങളുണ്ടാകാം. അങ്ങനെ ഇസ്ലാം വിരോധിച്ച തെറ്റുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരുപാട് പാതകങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകാം. എങ്കിലും നമ്മൾ ആദ്യമായി ആ സമൂഹത്തെ എപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണം അത് നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീടിനൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് തറയാണ്. ആ തറ എത്രത്തോളം ഉറപ്പുള്ളതാണ് അതിനനുസരിച്ചാണ് ആ വീടിൻ്റെ ശക്തി നിൽക്കുന്നത്. എന്നതുപോലെ ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. അതില്ലാതെ നമ്മൾ എത്ര മനോഹരമായ പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ഒരു കാറ്റടിച്ചാൽ വീണു പോകുന്ന ഉറപ്പേ അതിനുണ്ടാവുകയുള്ളൂ. മരണശേഷം യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ തിന്മകൾ വർദ്ധിക്കുന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് നമ്മൾ ഇനി ആളുകളെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന നിലക്ക് മാറി നിൽക്കാൻ പാടില്ല. ആളുകൾ എത്ര വലിയ തിന്മകൾ ചെയ്തോട്ടെ, എത്ര അധികം തിന്മകൾ ചെയ്തോട്ടെ, വിശ്വാസികളായ നമ്മെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയാണ് ആളുകൾക്ക് നന്മ കൽപ്പിക്കുക, ആളുകളോട് തിന്മ വിരോധിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ അസ്ർ. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ അവസ്ഥയാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ എല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു അതിൽ നിന്ന് നഷ്ടം പറ്റാത്ത ആളുകളുടെ ഗുണവിശേഷങ്ങൾ വേർതിരിച്ച് പറയാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ ഒഴികെ, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ആ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചവരും ഒഴികെ. അപ്പോൾ ഓരോ മുസ്ലിമിൻ്റെയും, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ് പ്രബോധനം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയുന്ന നല്ല കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത്. ആളുകൾ ചെയ്യുന്ന തിന്മകൾ അത് തെറ്റാണെന്ന് നമുക്കറിയുമെങ്കിൽ അത് തെറ്റാണ്, തിന്മയാണ് എന്ന് ജനങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മളൊക്കെ നഷ്ടത്തിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ മേൽ ബാധ്യതയായ കാര്യമാണ്, അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാർക്കാണ് അത് നിർബന്ധം. അങ്ങനെയല്ല വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗം. മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടിയാൽ, കാന റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖിയ,
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് സ്വഹാബത്ത് കണ്ടുമുട്ടിയാൽ ലം യതഫറഖാ, അവർ ഒരിക്കലും പിരിഞ്ഞു പോവുകയില്ല. ഇല്ലാ അലാ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖിരി സൂറത്തുൽ അസ്രി ഇലാ ആഖിരിഹാ. ആ കണ്ടുമുട്ടിയ സ്വഹാബികളിൽ ഏതെങ്കിലും ഒരു സ്വഹാബി സൂറത്തുൽ അസ്ർ ഓതിയിട്ടല്ലാതെ ثم يسلم أحدهما على الآخر, പിന്നീട് അവർ സലാം പറഞ്ഞ് പിരിയും. രണ്ട് സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ കണ്ടുമുട്ടിയാൽ ഏതെങ്കിലും ഒരു സഹാബി സൂറത്തുൽ അസ്ർ ഓതും. അതൊരു ഉപദേശമാണ്, അത് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് പിന്നെ വർത്തമാനമൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ സലാമൊക്കെ പറഞ്ഞ് പിരിയും എന്നാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല പറയുന്നുണ്ട്, ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറ ലവസിഅതുഹും, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഇത് മതിയാകുമായിരുന്നു എന്ന് ഈ സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സൂറത്തുൽ അസ്ർ മാത്രമാണ് ഖുർആനിൽ ഇറങ്ങിയതെങ്കിൽ അതുമാത്രം മതി നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ എന്നാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ല പറയുന്നത്. അപ്പോൾ തിന്മകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിരാശരാകരുത്. എന്തിനാ ഞങ്ങളിങ്ങനെ വഅ്ള് പറയണത്, പ്രസംഗം നടത്തുന്നത്, പരിപാടി നടത്തുന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അത് വിവരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നിരന്തരമായി പ്രോഗ്രാമുകൾ നടത്തുകയും നല്ല നല്ല സദസ്സുകൾ ഉണ്ടാക്കുകയും ആളുകളെ എപ്പോഴും ഗുണകാംക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അതാണ് മുസ്ലിമീങ്ങളുടെ സ്വഭാവം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അള്ളാഹു ശിക്ഷ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? ആ നാടുകളിൽ അത് തെറ്റാണെന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവരെ അള്ളാഹു നശിപ്പിക്കാതെ അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കും. അതായത് ഒരു 10,000 ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതിലൊരു 5-6 ആളുകൾ നല്ലത് ഉപദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അള്ളാഹു ആ സമൂഹത്തിന് സമയം നീട്ടിക്കൊടുക്കും. എന്നാൽ അവിടെ ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ നല്ല ആളുകൾ മിണ്ടാതെ നടക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ ഉപദേശിച്ചിട്ട് ഇപ്പം എന്താ നന്നാവാൻ എന്ന് വിചാരിച്ച അറിവുള്ള ആളുകൾ ആ സമൂഹത്തിൽ പ്രബോധനം നടത്തുന്നില്ലെങ്കിൽ അള്ളാഹു അവരെ നശിപ്പിച്ച് കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് ആളുകൾ നന്നാകുന്നുണ്ടോ, അവരുടെ എണ്ണം എത്രയാണ് എന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്ത് പ്രവാചകന്മാർ അവരുടെ അനുയായികളുമായി വരുന്നതാണ്. ചില പ്രവാചകന്മാർ വരുമ്പോൾ അവരുടെ കൂടെ 1-2 ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പം നമ്മുടെ പ്രബോധനം കേട്ടിട്ട് ആളുകൾ എത്ര ബാക്കിലുണ്ട് എന്ന് നമ്മൾ എണ്ണേണ്ട ആവശ്യമില്ല. ആളുകൾ നിങ്ങളെ കൂടെ കൂടുതലുണ്ട്, നിങ്ങളെ കൂടെ കുറവാണ്, അതൊന്നും സത്യത്തിൻ്റെ മാനദണ്ഡമല്ല. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാം, നല്ലത് ജനങ്ങളെ ഉപദേശിക്കാം. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരുടെയും സ്വഭാവം അതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. കണ്ടോ, ഒരായത്തെങ്കിലും. വലിയൊരു പണ്ഡിതനായിട്ട് എല്ലാം പഠിച്ച് ബിരുദമൊക്കെ കിട്ടിയിട്ട് പ്രബോധനം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിൽ. അങ്ങനെ കഴിയുമോ? അങ്ങനെ ആർക്കാണ് ഒരു എല്ലാം പഠിച്ചൊരു ആലിമാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആർക്കാ ലോകത്ത് അധികാരമുള്ളത്? അപ്പം നമുക്ക് ഒരാളെ ഉപദേശിക്കാൻ കഴിയുന്ന ഒരു വിഷയം, അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. റഹിമല്ലാഹു, അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ, ഇംറഅൻ സമിഅ മിന്നി ഹദീസൻ ഫഹഫിളഹു, അവൻ എന്നിൽ നിന്ന് ഒരു ഹദീസ് കേട്ടു, എന്നിട്ട് അവൻ അത് പഠിച്ചു. ഹത്താ യുബല്ലിഗഹു ഗൈറഹു, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് വരെ അവൻ അത് സൂക്ഷിച്ചു, അവൻ അത് മനപ്പാടമാക്കി വെച്ചു. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നൊരു ഹദീസ് കേട്ടു, എന്നിട്ട് അത് മനപ്പാടമാക്കി വെച്ചു, എന്നിട്ട് അത് വേറൊരാളെ പഠിപ്പിക്കുന്നത് വരെ അയാൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. നല്ലറല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകാശം നൽകട്ടെ, ഇംറഅൻ ഒരു മനുഷ്യനെ, സമിഅ മഖാലതി ഫബല്ലഗഹാ ഫറുബ്ബ ഹാമിലിൻ ഫിഖിഹിൻ ഗൈറു ഫഖീഹിൻ,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നിൽ നിന്നൊരു കാര്യം ഒരാൾ കേൾക്കുകയാണ്, അയാളെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അയാൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയെത്ര അറിവുള്ള ആളുകളാണ് വൈറു ഫഖീഹിൻ, ആ അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കാതെ ജീവിക്കുന്നത്. വറുബ്ബ ഹാമിലിൻ ഫിഖിഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹുഹു മിൻഹു, എന്നാൽ എത്രയെത്ര മനുഷ്യരാണ് അവർ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. രണ്ട് വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണാണ്. ഒന്നാരാണ്? അറിവുണ്ടാകും, പക്ഷെ ആളുകൾക്കൊന്നും പറഞ്ഞു കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യൂല. ഓല അങ്ങനെ കിട്ടിയ അറിവും കൊണ്ട് അവരങ്ങനെ അവരുടെ കാര്യം നോക്കി ജീവിക്കും. അത് നല്ലതല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആളുകളുടെ സ്വഭാവമായിട്ട് പറയുന്നത് ആ കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രകാശമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതേപോലത്തെ ഒരു കർമ്മം തന്നെയാണ് ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ മഹത്തായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം അത് മഹത്തായ ഒരു ഇബാദത്തായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. ഇമാം ഷൗക്കാനി റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമനും അവൻ്റെ മാർഗത്തേക്കാൾ സുവ്യക്തമായ മാർഗമുള്ളവനും കർമ്മത്തിന് അധികരിച്ച പ്രതിഫലമുള്ളവനുമായി മറ്റൊരാളുമില്ല. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലയും പറയുന്നുണ്ട് ഇങ്ങനെ. അഥവാ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഒരു പണിയാണ്, ഒരു കർമ്മമാണ്. അത് മറ്റുള്ള ഇബാദത്തുകളെ പോലെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അഥവാ നിസ്കരിക്കുന്ന പോലെ, ഹജ്ജ് ചെയ്യുന്ന പോലെ, ഉംറ നിർവഹിക്കുന്ന പോലത്തെ വലിയ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലിയൻ യഹ്ദിയ ബിഹുദാക റജുലുൻ വാഹിദുൻ ഖൈറുൽ ലക മിൻ ഖുമരിൻ നഅം. നീ കാരണം ഒരു മനുഷ്യൻ ഹിദായത്തിലായാൽ, നമ്മൾ കാരണം ഒരു മനുഷ്യൻ ഹിദായത്തിലായല്ലേ, ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹുവാണ്. പക്ഷെ നമ്മൾ കാരണം ആകാം, നമ്മുടെ പ്രബോധനം കൊണ്ടോ, നമ്മുടെ വാക്ക് കൊണ്ടോ, നമ്മുടെ സംസാരം കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മൾ കൊടുത്ത ഒരു ഖുർആൻ്റെ പരിഭാഷ കൊണ്ടോ, ഒരു പുസ്തകം കൊണ്ടോ ഒക്കെ ആളുകൾ നന്നാവാം. അതാണ് നമ്മൾ കാരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ഹിദായത്തിലായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്കുത്തമമാണ്. അപ്പോൾ അറബികൾ ഏറ്റവും വിലപിടിപ്പുള്ള ദുനിയാവിലെ ഒരു വിഭവമാണ് ചുവന്ന ഒട്ടകം. അപ്പം അതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഹിദായത്തിലാകുന്ന, കാരണക്കാരനാകുന്ന പ്രവർത്തകൻ്റെ പ്രവർത്തനത്തെ ഉപമിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിലുള്ളത്, ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ അയാൾക്ക് ഉത്തമമാണെന്നാണ്. മാത്രവുമല്ല, നമ്മുടെ പ്രബോധനത്തിൻ്റെ ഫലമായി ഒരു മനുഷ്യൻ നന്നായാൽ, നിസ്കരിച്ചാൽ, നോമ്പ് നോൽക്കുന്ന ആളായാൽ, മദ്യപാനം നിർത്തിയാൽ, അല്ലെങ്കിൽ വ്യഭിചാരം നിർത്തിയാൽ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം ഒഴിവാക്കിയാൽ, അയാൾ ചെയ്യുന്നതിൻ്റെ ഒരു ഓഹരി നമുക്കും ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാലോചിച്ച് നോക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ദല്ല അലാ ഖൈരിൻ, ആരെങ്കിലും ഒരു ഖൈർ ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്, ഫലഹു മിസ്ലു അജ്രിൻ ഫാഇലിഹി, അത് പ്രവർത്തിക്കുന്നവൻ്റെ അതേ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനും ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ മഹത്തായ ഒരു കർമ്മമാണ് ദഅവത്ത്, പ്രബോധനം, അല്ലെങ്കിൽ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ ഒരു വിഷയമായിട്ടല്ല പഠിപ്പിച്ചിട്ടുള്ളത്, നിർബന്ധ ബാധ്യതയായിട്ട്, കടമയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നാം നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായി മാറും. നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുകയില്ല. അള്ളാഹു നിങ്ങളെ നശിപ്പിക്കും എന്നിത്യാദി ഭയാനകമായ പേടിപ്പെടുത്തുന്ന താക്കീതുകൾ പ്രബോധനം നടത്താത്ത ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ തെറ്റുകളും കുറ്റങ്ങളും തിന്മകളുമൊക്കെ വ്യാപകമാകുമ്പോൾ
നമ്മൾ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് വളരെ ധൈര്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ഈ തിന്മകളെ നേരിടാൻ നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യമൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ പള്ളിയിലുള്ള കളക്ഷൻ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് എന്ന് പറയുന്ന പ്രദേശത്ത് പുതുതായി നിർമ്മിക്കുന്ന പള്ളിവേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒരു മസ്ജിദിന് വേണ്ടിയിട്ടുള്ള, ഒരു പള്ളിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. നമുക്കറിയാം, ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ അവൻ അള്ളാഹു സ്വർഗത്തിലൊരു ഭവനം നിർമ്മിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യയാണെങ്കിലും വലുതാണെങ്കിലൊക്കെ നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓർമ്മപ്പെടുത്തിയത് പ്രബോധകനാവുക, ആ പ്രബോധകനാകുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ബാധ്യതയിൽപ്പെട്ടതാണ് എന്നതാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഗുണവിശേഷങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, ബസീറത്തോടു കൂടിയാണ് നമ്മൾ പ്രബോധനം നടത്തേണ്ടത്. അലാ ബസീറത്ത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താ ബസീറത്ത് എന്ന് പറഞ്ഞാൽ? ദൃഢബോധ്യത്തോടു കൂടിയും അതേപോലെ തന്നെ ഉൾക്കാഴ്ചയോട് കൂടിയും എന്നൊക്കെയാണ് അതിന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന അർത്ഥം. അഥവാ നാം പ്രബോധനം നടത്തുന്ന സമൂഹത്തിൻ്റെ വിശ്വാസം എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പഠിച്ച് സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് വളരെ നല്ല രൂപത്തിലായിരിക്കണം ഒരു വ്യക്തി പ്രബോധനം നടത്തേണ്ടത്. രണ്ടാമത്തെ ഗുണം, ഇത്തിബാ ഉണ്ടാകണം. അഥവാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണത്. ഒരു വാപ്പ മകനോട് നിസ്കരിക്കണമെന്ന് പറയണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്ന ആളാകണം. ഖുർആൻ ഓതണം എന്ന് പറയണമെങ്കിൽ വാപ്പ ഖുർആൻ ഓതുന്ന ആളാകണം. നേരത്തെ കിടക്കണം എന്ന് കുട്ടിയെ നമുക്ക് ഉപദേശിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകളാകണം. എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ പത്രത്തിലൊക്കെ ഒരു പാട്ടുകാരൻ പിന്നെ മദ്യം ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഉപദേശിച്ച ഒരാൾ തന്നെ പിടിക്കപ്പെട്ടു, നമ്മൾ കണ്ടു. അപ്പം എന്താണ്, സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം എത്ര പറഞ്ഞാലും ആളുകൾ അത് മനസ്സിലേക്ക് കയറൂല. നമ്മളൊരു കാര്യം ഒഴിവാക്കിയിട്ട് നമ്മൾ ആളുകളെ ഉപദേശിക്കുമ്പോഴാണ് അത് ആളുകൾക്ക് ഫലം ചെയ്യുക. ഒരു ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്നത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അവൻ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ പള്ളിയിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ഉപ്പാൻ്റെ വാക്കും ഉമ്മാൻ്റെ പ്രവൃത്തിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് കുട്ടി അങ്ങനെ തന്നെ കോപ്പി അടിക്കുന്നതാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ വളരെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ പിന്നെ തിന്മകളിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് മാതൃകയായി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായി നമ്മൾ മാറണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ അവിടത്തേക്ക് സാധിച്ചത് പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഗുണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. നമ്മുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയോ നമ്മുടെ സംഘടനയെ വളർത്താൻ വേണ്ടിയോ നമ്മുടെ പാർട്ടിയെ വളർത്താൻ വേണ്ടിയോ അല്ല നമ്മൾ ക്ഷണിക്കുന്നത്. ഇലല്ലാ, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ നിയ്യത്ത് തെറ്റിപ്പോയാൽ നമുക്കതിന് പ്രതിഫലം ലഭിക്കുന്നതല്ല. മറ്റൊന്ന്, പ്രവാചകന്മാരുടെ മൻഹജ് ഉണ്ടാകണം. പ്രവാചകന്മാർ ഒന്നാമതായി പ്രബോധനം നടത്തിയത് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്നതുപോലെ പ്രവാചകന്മാർ മുൻഗണനാക്രമം പാലിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രബോധനം നടത്താൻ നമ്മൾ ശ്രമിക്കണം. തൗഹീദ് ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ആദ്യം അയാളെ ഉപദേശിക്കേണ്ടത്
തൗഹീദ് തന്നെയാണ്. നാലാമതായി നമുക്കുണ്ടാകേണ്ട ഗുണം അങ്ങേയറ്റത്തെ ക്ഷമ നമുക്കുണ്ടാകണം. നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ ഒരുപാട് ചീത്തവിളികളും അക്രമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേ നാണയത്തിൽ തിരിച്ചു മറുപടി പറയാനും തിരിച്ചടിക്കാനും നമ്മൾ ഒരു കാരണവശാലും തയ്യാറാകാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരാൽ, ജനിച്ച നാട്ടിനാൽ ഒക്കെ പ്രയാസപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചു താമസിച്ചു. അതേപോലെ തന്നെ മറ്റു സ്ഥലത്തേക്ക് രാജ്യം വിട്ടുപോയി. അപ്പം എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒരു പ്രബോധകന് വരാനുള്ള സാധ്യതയുണ്ട്. ആ ക്ഷമ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേപോലെ നസീഹത്തുണ്ടാകണം, അഥവാ ആൾ നന്നാവണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശം നമുക്കുണ്ടാകണം. നമ്മളങ്ങോട്ട് പറഞ്ഞു പോവുക, ഞാൻ എൻ്റെ ബാധ്യത നിർവഹിച്ചു എന്ന് വരുത്തി തീർക്കൽ മാത്രമല്ല, അയാൾ നന്നാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടാകണം, പ്രാർത്ഥന നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരാൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല. അദ്ദീനു അൻ നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ, തിന്മയിൽ നിന്ന് വിരോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വിദ്യാർത്ഥികളുടെ മഹത്തായൊരു സമ്മേളനം ഇൻഷാ അല്ലാഹ് 11-ാം തീയതി നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടൊരു നഗരമായ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ എടക്കര മണ്ഡലത്തിൽ നിന്ന് ബസ് പുറപ്പെടുന്നുണ്ട്. അതിനുള്ള രജിസ്ട്രേഷൻ കുട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ അറിവിലുള്ള കുട്ടികൾ, നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള കുട്ടികൾ നിർബന്ധമായും അതിൽ പങ്കെടുക്കണം എന്ന് നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. ആരെങ്കിലുമൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കുട്ടികൾ ഒരു 10 മാസത്തോളം തുടർച്ചയായി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വെക്കേഷൻ കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു ദീനിയായ സദസ്സും ഒരു ദിവസവുമൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. മഹാനായ ഉസ്മാൻ ഡോക്ടർ, അദ്ദേഹം നിരീശ്വരവാദിയായി കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വാസിയായി വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ ഉസ്താദ് പറഞ്ഞ, മദ്രസയിൽ നിന്ന് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിരീശ്വരവാദിയായി ജീവിക്കുമ്പോഴും എന്നെ വേട്ടയാടിയിരുന്നു. ഞാൻ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ അതും ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്നത് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അദ്ദേഹം KNM-ൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ടാണ് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അതേപോലെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അവന് ഇനി ഈ സമയത്തൊന്നും കേട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മറിച്ച് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ 11-12 വയസ്സൊക്കെ ആകുമ്പോഴാണ് മഹത്തായ ഉപദേശങ്ങളൊക്കെ കൊടുത്തത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും നമ്മളെക്കാൾ ബുദ്ധി വികാസവും വളർച്ചയൊക്കെ ഉണ്ട്. അവർ കേൾക്കുന്ന കാര്യങ്ങൾ അവർ സൂക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഒരു ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും കവലകളിലും കാണുന്ന അധർമ്മകാരികളായ കുട്ടികൾ മാത്രമല്ല ഉള്ളത്, എനിക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഈ കേരളത്തിലുണ്ട് എന്ന് കുട്ടി അവിടെ നിന്ന് കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. അത് വളരെ പ്രാധാന്യപൂർവ്വം നമുക്ക് താല്പര്യമുണ്ടാകണം. ആ കാര്യം കൂടെ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുകയും ഉന്നത സ്വർഗമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ